ഹലോ, ഇന്ന് ചെറുപഴവും റവയും ഗോതമ്പ് പൊടിയും വെച്ച് അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ചെറിയ പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. അങ്ങനെ ഇതാ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട്. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ ശർക്കരപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ. അങ്ങനെ ഇതാ മാവ് കൈവച്ച് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒരു ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഇതുപോലെ അല്പാൽപമായിട്ട് മാവ് നുള്ളി ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ആകൃതിയാക്കി എടുക്കണേൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഓരോ ഇത് നുള്ളി മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് കോരി മാറ്റാം. ഇനി അതുപോലെ തന്നെ മുഴുവനായും ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതാ അതും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. അങ്ങനെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ പഴവും റവയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറമെ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.